എന്താ മുഖത്തൊരു ചിരി വരുന്നത് പോലെ? സാധാരണ രാത്രിയില് വാടി തളർന്നിരിക്കാറുള്ള ആള് ഇന്ന് നല്ല ചുവന്ന് തൊടുത്ത് സ്മാർട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അറിഞ്ഞില്ലേ, എന്നെ പഠിപ്പിക്കാൻ പോവാ ഇവിടെ ഉള്ളവര്. ഇപ്പൊ തോന്നുന്നു അന്ന് കാറിന് വട്ടം ചാടിയത് നന്നായി എന്ന്. ഈ രക്തബന്ധത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കൂടപ്പിറപ്പ് തള്ളി പറഞ്ഞിട്ടും ആശ്രയമായത് ഈ വീട്ടിലെ ജോലിക്കാരിയും ഡ്രൈവറുവാ. ചിലപ്പോഴൊക്കെ കുറച്ച് കുറുമ്പ് കൂടുതലാണെങ്കിലും ആളൊരു... എന്താണോ ഇവിടെ വട്ടായോ? താനും ചെമ്പരത്തിയും രണ്ടും കൊള്ളാം. ഇയാൾ എന്തിനാ ചിരിക്കുന്നേ? ചിന്നുവിന് എന്നും ചെമ്പരത്തി ഇഷ്ടമാ. ഒത്തിരി 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 ഇഷ്ടമാ. അതോ ചെമ്പരത്തിക്ക് ചിന്നുവിനെ ഇഷ്ടാണെന്നാണോ? ഇയാൾക്കറിയോ, ഒന്ന് പൂത്തുലയാൻ വസന്തത്തെ കാത്തു നിൽക്കുന്നവളല്ല ചെമ്പരത്തി. അതെവിടെയാണോ അവിടെ സ്വയം വസന്തം തീർക്കുന്നവളാ. എന്നെ പോലെ. കൊള്ളാലോടെ തന്റെ സാഹിത്യം. സാഹിത്യമല്ല, പാവങ്ങൾക്ക് വേണ്ടി വിരിയുന്ന മണമില്ലാത്ത ചെമ്പരത്തി പൂ പോലെ ഞാൻ പഠിച്ച വലിയ വക്കീലായി പാവങ്ങൾക്ക് വേണ്ടി വാദിക്കും, ഫീസൊന്നും വാങ്ങാതെ. കൊള്ളാം. ഫീസ് വാങ്ങാത്ത വക്കീലാണെങ്കിൽ തന്റെ മുന്നിലൊരു ദിവസം 1000 കേസുകൾ വരും. പിന്നെ കുറച്ചു നാളുകൊണ്ട് തന്നെ പാവങ്ങളുടെ വക്കീലമ്മ എന്ന് പേരെടുക്കുകയും ചെയ്യാം. താൻ പഠിക്കണം. തനിക്ക് കൂട്ടായി എല്ലാ സഹായങ്ങളും ചെയ്തേരാൻ ഞാനുണ്ട്, തന്റെ സാരഥിയായിട്ട്. താൻ വിഷമിക്കൊന്നും വേണ്ട. താനിങ്ങനെ കേസില്ലാ വക്കീലായി നടക്കുമ്പോ 1-2 കേസൊക്കെ ഞാൻ തരാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ചിന്നു, ചിന്നു, നീ എന്താ ഇവിടെ? മഹി, നിനക്ക് ഈ രാത്രിയിൽ വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എങ്കി അത് പോയി ചെയ്യാൻ നോക്ക്. ചിന്നു, നീ ഒന്നിങ്ങ് വന്ന. ഐശ്വര്യ അടുത്ത് വിളിക്കുന്നു, വേഗം ചെല്ല്. പോയിട്ട് വാ, ഇല്ലെങ്കിൽ ഇവിടെ ഈ രാത്രിയിൽ വലിയ ഭൂകമ്പം സംഭവിക്കും. എന്താ, എന്തിനാ എന്നെ വിളിച്ചത്? പുതിയ ആനുകൂല്യങ്ങളൊക്കെ ഇവിടത്തെ വേലക്കാരിക്ക് കിട്ടാൻ പോകുന്നെന്ന് കേട്ടു. ശരിയാണോന്നറിയാൻ ചോദിച്ചതാ. ഇത് ചോദിക്കാനാണോ വലിയ മുതലാളി വിളിച്ചത്? എന്താടി ഒരു പുച്ഛം? ഈ വീട്ടിലെ വലിയ മുതലാളി തന്നെയാടി ഞാൻ. ഇത് പറയാനാണോ വിളിച്ചത്? അല്ല, കാശും പണമൊക്കെ ഉള്ള വീട്ടില് വീട്ടുജോലിക്കാരിയായി നിൽക്കുന്ന സമയത്ത് ചില ഓഫറുകളൊക്കെ കിട്ടും. ചിലര് വീട് വെച്ചുതരാന്ന് പറയും, ചിലര് 2-3 സെന്റ് പ്രമാണം ചെയ്തു തരാന്ന് പറയും. അതുമല്ലെങ്കിൽ ചിലര് പഠിപ്പിക്കാന്ന് പറയും. ഇതൊന്നും കണ്ട് നീ കുളിരാൻ നിൽക്കണ്ട. ഭാവിയിൽ പേരുദോഷം ഉണ്ടാവും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ ഇനി പഠിക്കാനൊന്നും പോണ്ട.